നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കേറി പോന്നോളി. ആദ്യ സെക്ഷനിൽ തന്നെ 2 വിക്കറ്റ്. 3-ാം വിക്കറ്റ് ഉടൻ വീഴും. കൊല്ലം MLA കുളിരി കോരുന്ന ഐറ്റങ്ങൾ. ലോഡിങ് 18+ ആണ്. മാതാപിതാക്കൾ മക്കളെ 2 ദിവസത്തേക്ക് വാർത്താ ചാനലുകൾ കാണിക്കുന്നതിൽ നിന്ന് വിലക്കുക. കേരളത്തിൽ നിന്നുള്ള അന്യായ ചൂട് കാരണം സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പുകപടലമെന്ന് സുക്കറണ്ണന്റെ മുന്നറിയിപ്പ്. നീലചിത്ര സിനിമകളെ വെല്ലുന്ന സീരീസ് മലയാള സിനിമയിൽ. ആരും ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിക്കരുത്. 1 മാസത്തേക്ക് അദാനിയണ്ണൻ നെറ്റ് ചാർജ് ഒന്ന് കുറച്ച് തരണം. എല്ലാം കൂടി കണ്ടു തീരാൻ GB തികയുന്നില്ല എന്ന് ഉപഭോക്താക്കളുടെ പരാതി. താരരാജാക്കന്മാരെ അടിച്ച് കയറി വാ പൊളിച്ചിരുന്ന അവിടെ. എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? എന്തൊക്കെയാടാ? സിദ്ദിഖാടെ സ്വയംഭോഗം, മുകേഷ് അണ്ണന്റെ വാതിലിൽ മുട്ട് ചിത്രങ്ങൾ പണിപ്പുരയിലാണ്. ഇതിനിടയിൽ പറയാമോന്നറിയില്ല, എന്നാലും പറയുകയാണ്. സിദ്ദിഖാടെ ആത്മകഥ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അഭിനയം അറിയാതെ. എത്ര അർത്ഥവത്തായ പേര്. ജീവിക്കുമായിരുന്നു. അതാണ് അണ്ണൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതാണ് സിദ്ദിഖ സമ്പത്ത് കാലത്ത് സൂക്ഷിച്ചില്ലേൽ പിന്നീടുള്ള കാലം വലിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്നത്. അതെ, സമ്പത്താണ് മൂട്ടിൽ തീയിട്ടത്. എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ക്ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. സിദ്ദിഖ, നിങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ കരുതിയില്ല. മോശമായി പോയി. വാതിലിൽ മുട്ടിയ സിദ്ദിഖായ്ക്കും കിട്ടി. എവിടെ കൂട്ടത്തിലെ കൊമ്പൻ? എവിടെ മുകേഷ് അണ്ണൻ? എവിടെ? അണ്ണന്റെ ലീലാവിലാസങ്ങളുടെ തീവ്രത താങ്ങാൻ ഇച്ചിര പാടാ. ശ്രീമതിയുടെ തീവ്രത അളപ്പ് മെഷീൻ പൊട്ടിത്തെറിച്ചെന്ന കരക്കമ്പി. അണ്ണന്റെ തനിക്കണം പണ്ടേ ഭാര്യ സരിത വെട്ടി തുറന്നു പറഞ്ഞിട്ടാണല്ലോ പോയത്. ഗോവിന്ദ, കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറായിക്കോ. ഉടനെ 1 വിക്കറ്റ് ഇവിടെ തെറിപ്പിക്കേണ്ടി വരും. CPM അടിയന്തര ചർച്ചയില്ല. അമ്മയുടെ 16-ഉം CPM-ന്റെ അടിയന്തരവും ഒരുമിച്ച് നടത്തേണ്ടി. എല്ലാം നമ്മുടെ നെഞ്ചത്തോട്ടാണല്ലോ മുഖ്യ. ഗോവിന്ദൻ മോങ്ങുകയാണ്. 3.0 തേഞ്ഞു. മുകേഷ് അണ്ണന് സോമനാംബുലിസം ഉണ്ട്. രാത്രി ആയാൽ ഏതേലും വാതിലിൽ ചെന്ന് മുട്ടുന്നത് ഒരു അസുഖമാണോ? പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ വാതിലിൽ മുട്ടൽ ഇത്തിരി കൂടുതലാ. അണ്ണൻ ആറാടുകയാണ്. അയ്യോ, 76-ൽ തുടങ്ങിയ കൈപിടുത്തക്കാരൻ എവിടെ അണ്ണൻ? എന്താ മോനെ രഞ്ജിത്തെ, പെരുവഴിയിലായ? വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് വളയിട്ട കൈകളിൽ കയറി പിടിക്കുമ്പോൾ ചുമ്മാ ആട്ടാനും, വേദിയിൽ കയറി നിന്ന് ചുമ്മാ കൂവലേറ്റ് വാങ്ങാനും, സിഗരറ്റും കത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്റർവ്യൂ കൊടുക്കാനും, ഒടുവിലൊരു നാൾ പെണ്ണ് കേസിൽപ്പെട്ട് രാജിയും വെച്ച് പെവറും പോയി വീട്ടിൽ കയറി ഒളിക്കാനും. പഞ്ച് ഡയലോഗ് കത്തി കയറി കട്ട ഹീറോയിസം കാണിച്ച് വന്നുകൊണ്ടിരുന്നതാ. നുള്ളയില്ലേ? അല്ലേലും കലാകാരന്മാരെ ലോകം അംഗീകരിച്ചിട്ടില്ല. അണ്ണന്റെ മനസ്സിലായി. അതേ അണ്ണ, ഇമാതിരി വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. കയറി പിടിച്ചിട്ട് ഞാൻ അഭിനയ തീവ്രത അളന്നതാന്ന് പറഞ്ഞാൽ എങ്ങനെ അണ്ണ അതങ്ങോട്ട് ശരിയാവുക? ആരാന്ന് ചെവിയാക്കില്ലേ? ഞാൻ ചലച്ചിത്ര അക്കാദമിയിൽ ചേർന്ന് എങ്ങനെ ആയിരുന്നു. ഇവിടെ പാർട്ടി ഓഫീസിൽ എന്താ കാര്യം? ഇത് പടക്കക്കടയല്ല, പാർട്ടി ഓഫീസാ. ഈ വീണ്ടാണ് AKG സെന്ററിലെ തമ്പുരാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ. ആ നെന്മ നിറഞ്ഞ മുഖം, ചുരുട്ടിപ്പിടിച്ച മുഷ്ടി, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന പൗരുഷൻ. രഞ്ജിത്തെ, ഇത് തിരക്കഥ എഴുതിക്കോ. നിങ്ങൾ സിനിമ എനിക്കിട്ട് എഴുതാൻ നിൽക്കല്ലേ. തൽക്കാലം രാജിവെച്ച് വിശ്രമിക്കുക. രക്ഷിച്ചെടുക്കാൻ ഒരു വഴിയും കപ്പിത്താന്റെ കണക്ക് കൂട്ടലിൽ അങ്ങോട്ട് വരുന്നില്ല. വിക്കറ്റുകൾ ഒരുപാട് തെറിക്കാനുണ്ട്. അതുകൊണ്ട് വാതിലിൽ മുട്ടിയവരൊക്കെ വരിയായി വന്ന് ഇൻഡാസ് കൈപ്പറ്റേണ്ടതാണ് എന്ന് കപ്പിത്താൻ അറിയിച്ചിട്ടുണ്ട്. AKG സെന്ററിൽ ചെന്ന് ക്യൂ നിൽക്കുക. അവിടുന്ന് കിട്ടും ഇൻഡാസ്. ഇതങ്ങനെ നടന്മാരുടെ പടക്കക്കട ഗുദാഹവ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ കാണാം.